അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിത് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയതിട്ടാ. നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ റമദാൻ മാസം തുടങ്ങി ഇന്ന് ഒന്നാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ അതിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറിയതായിട്ട് ഞാനും കുഞ്ഞാച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഷാമോനും ഉമ്മാൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മുളക് ബജി, കായ ബജി, മുട്ട ബജിയൊക്കെ ഒക്കെ രണ്ടെണ്ണശം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാവ് അവിടെ അതൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ച് നമ്മൾ ചിക്കനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുഞ്ഞാറ്റക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് കറി വെച്ചത് ചിക്കൻ രണ്ടാളും കൂട്ടൂല. അപ്പോൾ ഞാൻ അവർക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കായം തേച്ച് വെച്ചിട്ടാണ്. പിന്നെ ഒരു മുട്ടയിട്ട് ബജി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഓരോന്ന് രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കണുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ബാക്കിയായിട്ട് കൊണ്ടുപോയി കളയണ്ട. നമ്മൾ നോമ്പ് തുറക്കണായിട്ട് മുന്നേ വിചാരിക്കും കുറേ തിന്നണം വിചാരിക്കും. പക്ഷെ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല കേട്ടോ. ആ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മളെ വയറുന്നറിയും. പിന്നെ ഞാനത് പത്തിരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം അത് കുഴച്ച് സെറ്റാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ തക്കാളിയും പച്ചമുളക് ഉള്ളി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി. ഞാൻ പിന്നെ പെട്ടെന്ന് റെഡി ആവുന്ന രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുക, അതേപോലെ ഞാനും ഉണ്ടാക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഞങ്ങളെ തക്കാളിയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടിയിട്ട് മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ആ ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ചിക്കൻ മസാലയുടെ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഒരു 4 വിസിലടിച്ചാൽ നമ്മൾ ചിക്കൻ കറി സെറ്റായിട്ടാണ്. അപ്പോൾ അങ്ങനെ അതും അതിൻ്റെ ഇടയ്ക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റയാണ് മക്കളെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും ഡൗട്ടാണ്. അതൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ നമ്മളെ ഇന്നത്തെ നോമ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടാണ്. ഇന്ന് മാഷാ അല്ലാ കുഞ്ഞാറ്റ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഷാമൂന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ്. മറ്റേ ഞാൻ അവരെ കൊണ്ട് അങ്ങനെ നോമ്പ് എടുപ്പിക്കലില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുഞ്ഞാറ്റെന്ന് പറഞ്ഞാൽ തീരെ ആരോഗ്യമില്ലാത്ത ഒരാളാണ്. തീരെ ഒരു ഓള് ഭക്ഷണം അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നന്നാ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തളരുന്നുണ്ടായി നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ 2 എണ്ണം അങ്ങനെയൊക്കെ നോമ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഷാമോനും ഒന്നെടുത്ത് കുഞ്ഞാറ്റ 2 എണ്ണം അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവൾക്ക് 10 വയസ്സായില്ലേ. അപ്പോൾ ഇനി നോമ്പ് എടുപ്പിക്കാതിരുന്ന അതിൻ്റെ കുറ്റം കൂടി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവളോട് പറഞ്ഞ് 10 നോമ്പ് എടുത്താൽ മതി, കുട്ടികളൊരു 10 നോമ്പുണ്ട് അത് എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട്. അപ്പം ഇതാ നമ്മളെ പത്തിരി ഞാൻ കുറച്ച് മുന്നേ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരത്തി ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ കുഞ്ഞാറ്റങ്ങനെ നിന്ന് പറയട്ടോ കുറേ പത്തിരിക്ക് വേണോ, ഞാൻ രാത്രിയോ അത്താഴത്തിനൊക്കെ പത്തിരി തിന്നും, അപ്പോൾ കുറേ എണ്ണം തിന്നും വേണമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറിച്ചിടാൻ നിൽക്കറിയാലോ. അവൾ ആദ്യമായിട്ട് നോമ്പെടുക്കണോണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയണത്. കഴിഞ്ഞ അവളുടെ 2 നോമ്പെടുത്ത്, പക്ഷെ അത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഉമ്മാൻ്റെ അവിടെ. അപ്പം അങ്ങനെ എടുത്ത നോമ്പാണ് കേട്ടോ. നോമ്പ് തുറൻ്റെ ആ സമയത്ത് എടുത്ത നോമ്പാണ്. അപ്പോൾ ഇത് ഒരാകാംക്ഷ ഉണ്ട് കേട്ടോ പ്രാവശ്യം ഈ നോമ്പെടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നോമ്പെടുക്കലേ ഞാൻ എന്നോട് പറഞ്ഞ ക്ഷീണമൊന്നുമില്ല, ഞാൻ നാളെ നോമ്പെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് മുറിച്ച്, കുറച്ച് മുന്തിരി, ഒരു നാരങ്ങ, ചക്കരമത്ത അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ട് കുറേശ്ശെ മുറിച്ച് അതും സെറ്റാക്കി വെച്ച്. ഈ ചക്കരമത്തൊക്കെ അല്ലേ നമ്മൾ കുറേ ഫ്രൂട്ട്സുകൾ നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ച് വിചാരിക്കും. പിന്നെ നമ്മളത് കുട്ടികളാരും തിന്നൂല, തിന്നണവരൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല. പക്ഷെ ഇവിടെ ആരും അങ്ങനെ അധികം തിന്നൂല. അപ്പം ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ നമ്മൾ എടുത്ത് വെച്ച് മുറിച്ചിട്ടൊക്കെ വെച്ച് വിചാരിച്ചോ. പിന്നെ അത് നമ്മൾ പിറ്റേ ദിവസത്തിന് എടുത്ത് വെക്കുമ്പോൾ അതിങ്ങനെ വെള്ളം അങ്ങനെ ഒലിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊക്കെ കുറേശ്ശെ അരിഞ്ഞ് അതെന്നെ ബാക്കിയായിട്ടാണ്. എന്നിട്ട് ഞാൻ ഈ നമ്മളെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചക്കരമത്തൊക്കെ ഞാൻ തിന്ന് തീർത്തത് കേട്ടോ. ചക്കരമത്ത പിന്നെ തിന്നണത് നല്ലതാണ് കേട്ടോ. നമ്മളെ വെള്ളം നമ്മളെ ശരീരത്തേക്ക് ചെല്ലണത് നല്ലതാണല്ലോ. സത്യം പറഞ്ഞാൽ പൊരിക്കടിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നല്ലത് ഫ്രൂട്ട്സ് തന്നെയാണ്. പക്ഷെ പൊരിക്കടി നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തോ വലിയൊരു സാധനം ഇല്ലാത്തൊരു പോലെ തോന്നും കേട്ടോ. അപ്പം ഞാനിതാ ഒരു കായ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മുളക്, അതൊക്കെ ചീന്തിയിട്ടൊക്കെ പൊരിച്ച് റെഡിയാക്കി, ഒരു മുട്ട ബജി, ഒരു മുട്ട സമൂസ 2 ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ആ 2 സമൂസയും മുട്ട ബജിയും കായ ബജി ഒരു 2 എണ്ണം, മുളക് ബജി 2 അതേ ചിലവായുള്ളൂ. ബാക്കിയൊക്കെ വേസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് കുഞ്ഞാറ്റിനോട് പറയും ഓരോന്നും ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ എന്ന്. പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ. സംഭവം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സമൂസ ഷീറ്റ് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ മസാല നമ്മൾ ഉണ്ടാക്കി ചിക്കനും ഉരുളങ്ങയൊക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 സമൂസ ചീറ്റ് ഉണ്ടാക്കിയിട്ട് ആ സമൂസ 2 ചിലവായി, പിന്നെ മുട്ട ബജി ചിലവായി, പിന്നെ 2 കായ ബജി, 2 മുളക് ബജി ചിലവായിട്ടാണ്. ബാക്കി അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ ഒരു റോബസ്റ്റ് പഴം, പിന്നെ നമ്മളെ കട്ടപ്പാലും പഞ്ചസാരയും ഇതൊക്കെ കൂടിയിട്ട് അടിച്ചിട്ട് അവൾക്ക് ഞാൻ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓള് ഇതാ ബജി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓൾക്കുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ ഓളെന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു മക്കളെ നമ്മളെ നോമ്പ് തുറ. എന്തായാലും മാഷാ അല്ലാഹ് ഇന്ന് നല്ല രീതിയിൽ നമ്മളെ നോമ്പ് തുറയും കാര്യങ്ങളും നോമ്പൊക്കെ മുന്നോട്ട് പോയി. എന്തായാലും ഇനിയുള്ള എല്ലാ നോമ്പും അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടും നോമ്പിന് ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. ഭക്ഷണത്തിനായാലും അസുഖങ്ങളിൽ നിന്നായാലും എല്ലാവർക്കും ഒരു മോചനം ഈ റമദാൻ മാസത്തിൽ പടച്ചോൻ കൊടുക്കട്ടെ അല്ലേ. ഒരുപാട് വേദന തിന്നുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഇടയിലും, നമ്മൾ കാണുന്ന ലോകത്ത് കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ പടച്ചോൻ ഈ റമദാൻ മാസത്തിൽ നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊടുക്കട്ടെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ മക്കളിനൊക്കെ സ്വാലിഹായ മക്കളായി നല്ല മക്കളായിട്ട് പടച്ചോന് ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഫലം കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മളെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതാ റെഡിയാക്കിയിട്ടുണ്ട്. കുഞ്ഞിതെന്താണെന്ന് അറിയാൻ ഒരു വെളിച്ചം പോലെ കുഞ്ഞായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, മൊബൈലിൻ്റെ ഫ്ലാഷും അടിച്ചിട്ടുണ്ട്, ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് നിങ്ങൾ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.